അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് എക്സെൻട്രിക്കലി ലോഡഡ് ഐസൊലേറ്റഡ് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ പ്രോബ്ലം. ഡിസൈൻ ആൻഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഫോർ എ കോളം 300 by 500 mm subjected to factored axial load of 1000 kN and a factored moment mu is equal to 120 kN at column base. The safe bearing capacity may be taken as 200 kN per m square at a depth of 1.25 meter. Assume M20 grade concrete and Fe 415 steel for the footing. ഇതാണ് പ്രോബ്ലം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1, given data. ഓക്കെ, അതിൽ തന്നിട്ടുള്ളത് സൈസ് ഓഫ് ദി കോളം 300 by 500 ആണ്. അപ്പോൾ A by B is equal to 300 by 500 mm ആൻഡ് ഡെപ്ത് ഓഫ് ദി ഫൂട്ടിങ് വന്നിട്ടുണ്ട്, അതായത് 1.25 മീറ്റർ. ഡെപ്ത് ഓഫ് ദി ഫൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡെപ്തിലാണോ നമ്മൾ ഫൂട്ടിങ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ഫ്രം ദി ഗ്രൗണ്ട് ലെവൽ. പിന്നെ PU ഫാക്ടേഡ് ലോഡാണ് തന്നിട്ടുള്ളത്. പിന്നെ MU 120 kN മീറ്റർ ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി അത് 200 kN per m square. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് തന്നിട്ടുള്ള വാല്യൂസ്. ഇനി അടുത്തത് സ്റ്റെപ്പ് 2 വരുന്നത് ഫൈൻഡിങ് ദി ഡയമെൻഷൻ ഓഫ് ഫൂട്ടിങ്. ഓക്കെ, അതിൽ ഇപ്പോൾ നമുക്ക് എക്സെൻട്രിക്കലി ലോഡഡ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, സോയിൽ പ്രഷർ യൂണിഫോം ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതിനൊരു ട്രപ്പീസോയിഡൽ ഷേപ്പാണുള്ളത്. അപ്പോൾ എന്താണ്, അപ്പോൾ ക്യൂ മാക്സിൻ്റെയും ക്യൂ മിനിമത്തിൻ്റെയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. ക്യൂ മാക്സ് അല്ലെങ്കിൽ ക്യൂ മിനിമം ഇസ് ഈക്വൽ ടു P by A പ്ലസ് ഓർ മൈനസ് M by Z. അതിൽ PU നമുക്ക് കിട്ടിയത് നമ്മളൊരു 1.15 എന്നുള്ളൊരു ഫാക്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ യൂസ് ചെയ്യുക. പിന്നെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B × L ആണ്, ഏരിയ ഓഫ് ദ ഫൂട്ടിങ്, പ്ലസ് ഓർ മൈനസ് M by Z. അപ്പോൾ M max ആണെങ്കിൽ പ്ലസും Q max ആണെങ്കിൽ പ്ലസും Q minimum ആണെങ്കിൽ മൈനസ് ആയിരിക്കും വരിക. സെക്ഷൻ മോഡുലസ്. ഓക്കെ, അതിൽ റെക്ടാങ്കുലറിൻ്റെ കേസിലാണെങ്കിൽ ഫോർ റെക്ടാങ്കിൾ Z അതായത് സെക്ഷൻ മോഡുലസ് ഈസ് ഈക്വൽ ടു BD² by 6 ആണ് വരിക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ കേസിൽ എന്ന് പറഞ്ഞാൽ B വിഡ്ത്ത് ഇൻറ്റു L² ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എന്താണ്, സെഡിൻ്റെ ഇത് കിട്ടി. ഇനി നമ്മൾ ഈ സെഡിൻ്റെ വാല്യൂ കൊണ്ടുപോയിട്ട് എന്താണ് നമ്മുടെ ക്യൂ മാക്സിൻ്റെ ക്യൂ മിനിമത്തിൻ്റെ ഇക്വേഷനിൽ ഇടുകയാണ്. ക്യൂ മാക്സ് ക്യൂ മിനിമം ഇസ് ഈക്വൽ ടു 1.15 PU ഡിവൈഡഡ് ബൈ B × L പ്ലസ് ഓർ മൈനസ് 6 MU BL². ഈ ഒരു വാല്യൂ ഷുഡ് ബി ലെസ് than or equal to factored safe bearing capacity. നമുക്ക് തന്നിട്ടുള്ളത് ഫാക്ടേർഡ് അല്ല, അപ്പോൾ അത് ഫാക്ടേർഡ് ആക്കിയിട്ട് അതിനേക്കാട്ടിലും കുറവായിട്ടൊരു വാല്യൂ ആയിരിക്കണം ക്യൂ മാക്സിനും ക്യൂ മിനിമത്തിനും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. 1.15 × 1000 ഡിവൈഡഡ് ബൈ BL. BL നമുക്ക് അൺനോൺ ആണ്. പ്ലസ് ഓർ മൈനസ് 6 × 120 divided by B × L². Okay, that should be less than or equal to factored SBC. അപ്പോൾ 1.5 × 200 that is equal to 300 kN per m². ഓക്കെ, അങ്ങനെ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1
1150 divided by BL plus 720 by BL square എന്ന് കിട്ടും. That is equal to 300. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് കോളത്തിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഈ ഡയമെൻഷനിൽ പ്രപ്പോർഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ B by L അൺനോൺ ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സ്മോൾ A by B. ഓക്കെ, അപ്പോൾ A by B എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 300 by 500, 3 by 5. അപ്പോൾ B by L നമ്മൾ എന്ത് ചെയ്യാണ്, 3 by 5 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ B by Lൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതാം. അപ്പോൾ എന്താവും, ഇക്വേഷൻ 1 becomes 1150 divided by B by L into L square plus 720 divided by B by L into L cube. That is equal to 300 എന്ന് എഴുതാം. അതിൽ B by Lൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 by 5 into L square plus 720 by 3 by 5 into L cube equal to 300. ഓക്കെ, ഇനി നമ്മളത് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. L cube plus 1200 L square is equal to 300 L5. നമുക്കിത് എന്താണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ L is equal to 2.8 എന്ന് കിട്ടും. അത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 3 മീറ്റർ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ L കിട്ടി. ഇനി നമുക്ക് B കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, B is equal to 3 by 5 into L ആണ്. That is equal to 1.8 meter. That is equal to approximately 2 meter. അപ്പോൾ എന്താണ്, so we adopt a rectangular footing of 2 by 3 meter. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഒരു ചെക്കാണ്. ചെക്ക് ഫോർ എക്സെൻട്രിസിറ്റി. സ്റ്റെപ്പ് 3. E should be less than L by 6 എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, MU divided by 1.15 PU. That is equal to 120 divided by 1000 into 1.15 equal to 0.1043 എന്ന് കിട്ടും മീറ്റർ. It is equal to 104 mm. and L by 6, L നമുക്ക് 3000 ആണ് കിട്ടിയത്. 3000 by 6 that is equal to 500. അപ്പോൾ എന്താണ്, നമുക്ക് കിട്ടിയ E is less than 500 ആണ്. അപ്പോൾ ആ ചെക്ക് ഇവിടെ ഓക്കെ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് 4 വരുന്നത് ഫാക്ടേർഡ് സോയിൽ പ്രഷർ കണ്ടുപിടിക്കാനാണ്. അതായത് Qmaxും Qminimum. Qmax is equal to, അപ്പോൾ നമുക്ക് B ൻ്റെയും L ൻ്റെയും വാല്യൂ കിട്ടി. അപ്പോൾ അതെന്താണ്, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PU into 1.15 divided by B into L plus 6 MU divided by B into L square. Okay, അപ്പോൾ PU 1000 into 1.15 divided by 2 into 3 plus 6 into 120 divided by 2 into 3 square. നമുക്ക് കിട്ടുക 231.67 kilonewton per m square. This is less than 300 kilonewton per m square. ഇവിടെ ഓക്കെയാണ്, ഫസ്റ്റ് കേസ് ഓക്കെയാണ്. അതായത് Qmax ഈസ് ലെസ് ദാൻ Qminimum ആണ്. ഇനി Qminimum ഈസ് ഈക്വൽ ടു 1000 into 1.15 divided by 3 into 2 minus
6 into mu 120 divided by 2 into 3 square. നേരത്തെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക. 151.67 kilonewton per m square. അതും എന്താണ്, ഫാക്ടേർഡ് എസ് ബി സിനെക്കാട്ടിലും കുറവാണ്, കിലോന്യൂട്ടൺ പെർ എം സ്ക്വയർ. ഈ ഇവിടെ ഓക്കെയാണ്, സേഫാണ്. നമ്മൾ കൊടുത്ത സെക്ഷൻ ഈ സേഫ്. ഓക്കെ.